ചെന്നൈ, ബാംഗ്ലൂര്, കൊച്ചി, തൃശ്ശൂര്, തൃശ്ശൂർ. നാലും കൂടെയാണ്. അപ്പം ഈ പ്ലേസസ്, ഓരോ പ്ലേസസിൽ ചെല്ലുമ്പോൾ നമ്മളുടെ മ്യൂസിക്കിനെ അതെങ്ങനെയെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യും? ലൈക്ക് അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അവിടെ നിന്ന് പഠിച്ച കുറച്ച് ടേക്ക് അവേസ് ഒക്കെ ഉണ്ടാവില്ല? അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോൾ ബാംഗ്ലൂർ കന്നഡ ഫിലിംസിൽ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഒരു മീറ്ററിങ് ഭയങ്കര ഡിഫറെൻ്റാണ്. സ്കോറിങ്ങിലൊക്കെ ആയാലും അതായത് പൊടിക്ക് കൂടുതലാണ് പല കാര്യങ്ങളും. അതൊരു പ്രോബ്ലം ആയിട്ടല്ല കേട്ടോ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് ലേണിംഗ് പ്രോസസ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആക്ച്വലി ബാംഗ്ലൂർ ആദ്യം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു, ഓൺ മൊബൈൽ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിൽ. സോ അവിടുത്തെ മ്യൂസിക് ടീം ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടുന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ തമിഴ് പടങ്ങളിലും ഈ പറഞ്ഞ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, തെലുഗുവിൽ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു മറാഠി ഫിലിമിൽ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഹിന്ദി ഫിലിം. ഞാൻ ചോദിക്കാനായിരുന്നു സൗത്ത് ഇന്ത്യ മാത്രമാണോ അപ്പോഴേക്ക് എത്തി. അപ്പൊ ഇതൊക്കെ ഒരു ലേണിംഗ് പ്രോസസ്സാണ്. പലരുടെയും ഐഡിയാസ് ഭയങ്കര ഡിഫറെന്റ് ആണ്. അങ്ങനെയാണ്. അപ്പൊ സ്ഥലത്തിന്റെ ആണെന്ന് തോന്നുന്നില്ല. ഐ തിങ്ക് ഇറ്റ്സ് ദ പീപ്പിൾ വി മീറ്റ് ആൻഡ്